ചിലപ്പോഴൊക്കെ ചിലരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നാം അവർക്ക് നമ്മളെയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. അത് നമ്മുടെ വെറും ഒരു വിശ്വാസം മാത്രമാണ്. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രമാണ്. ഓരോ അവസരവും കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. കൃത്യമായ നിലപാടിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടായേക്കാം. എങ്കിലും ഒരിക്കലും നമ്മൾ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്താതിരിക്കുക. പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേടുന്ന വിജയമാണ് സ്ഥിരത കൈവരിക്കുന്നത്. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. ദേഷ്യം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള അവസരമല്ല, വിവേകം മുറുകെ പിടിക്കാനുള്ളതാണ്. പ്രശ്നങ്ങളിൽ പതരാതെ അതിന്റെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ മുൻകരുതലും മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാം. ആരിൽ നിന്നും തിരിച്ച് സ്നേഹം പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ. ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി ആശ്വസിപ്പിക്കാനും പരിമിതികൾ നോക്കാതെ സ്നേഹിക്കാനും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഒരു വായും രണ്ട് ചെവികളുമായാണ് മനുഷ്യൻ ജനിച്ചത്. അതുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറാവുക. തളർത്താൻ പാകത്തിൽ പ്രതിസന്ധികൾ നമ്മളെ തേടി എത്തിയേക്കാം. തോൽപ്പിക്കാനായി എതിരാളികൾ നിരന്നു നിന്നേക്കാം. എങ്കിലും തോറ്റുകൊടുക്കരുത്. ഈ യാത്ര തുടരാനുള്ളതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും കൊണ്ട് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ കഴിയുന്നിടത്തെ നല്ല സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഒരു പ്രശ്നത്തെ പണം ഉപയോഗിക്കാതെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പ്രതിസന്ധിയാണ്. പണം ഉപയോഗിക്കേണ്ടി വന്നാൽ അതൊരു ജോലിയായി മാറും. നമ്മുടെ ദേഷ്യത്തിന് ചിലപ്പോൾ മിനിറ്റുകളായിരിക്കാം ആയുസ്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന അബദ്ധങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെ ഒരായുസിന്റെ വലിപ്പമുണ്ടെന്ന് വരാം. രണ്ട് തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയില്ല. ഒന്ന്, നിങ്ങൾ അറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നവർ. രണ്ട്, നിങ്ങളോട് കള്ളം പറയുന്നവർ. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം എത്ര ചെറുതാണെങ്കിലും അത് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുമെന്നില്ല. എന്നാൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ അത് എത്ര വലിയ കാര്യമാണെങ്കിലും ചെയ്യാൻ കഴിയും. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുൻപ് നീന്തിക്കയറിയ സങ്കട കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല. ഏറ്റവും ഭാരമേറിയതും എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്. അത് നമ്മെ നിരന്തരം വീർപ്പ് മുട്ടിക്കുന്ന ധർമ്മസങ്കടങ്ങളാണ്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ജീവിതം നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് തോന്നുമ്പോൾ തിരിച്ചടിക്കാൻ ധൈര്യപ്പെടുക. പ്രതീക്ഷയില്ലെന്ന് തോന്നുമ്പോൾ ഒരു വഴി കണ്ടെത്താൻ ധൈര്യപ്പെടുക. തെറ്റ് സംഭവിക്കാത്തവരായി ഈ ലോകത്ത് ആരും തന്നെയില്ല. അതിനാൽ തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ ബന്ധങ്ങൾ ഒഴിവാക്കാതിരിക്കുക. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ദയ, സ്നേഹം, ഇത് രണ്ടും ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ കാണാം. അതിനാൽ നല്ല മനുഷ്യരാവണമെങ്കിൽ നമ്മളും ദയയും സ്നേഹവും കൈമുതലാക്കണം. ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കുമുള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ്. നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ വഴി മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല പുണ്യങ്ങളിൽ ഒന്ന്. തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളുമായി നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കണ്ടെത്തിയ നേർവഴിയിലൂടെ തനിച്ചു നടക്കുന്നതാണ്. സംഭവങ്ങളോ പ്രശ്നങ്ങളോ അല്ല, അതിനോട് വെച്ചു പുലർത്തുന്ന മനോഭാവമാണ് നമുക്ക് അതിജീവിക്കാനുള്ള കരുത്തേകുന്നത്. മറ്റാർക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാനാവില്ല. കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ്. പിന്നിട്ട വഴികളിലെ അനുഭവവും പിന്നിടാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത്. ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല.
മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളായി തന്നെ തുടരുക. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട്. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും. ജീവിതത്തിൽ എന്ത് നേടിയാലും അതെല്ലാം ഒരിക്കൽ നഷ്ടമാകുമെന്ന് ചിലർ പറയും. പക്ഷേ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്, ആഴത്തിൽ വേരൂന്നിയ ചിലരുടെ ഓർമ്മകൾ. മറ്റുള്ളവർ എത്ര മോശമായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ തരം താഴരുത്. ശാന്തത പാലിക്കുക, ശക്തനായി നിലകൊള്ളുക, അവിടെ നിന്നും പിൻവാങ്ങുക. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. പണം കൊണ്ട് സമ്പന്നനും മനസ്സമാധാനം കൊണ്ട് പാവപ്പെട്ടവനുമായിരിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സമാധാനം കൊണ്ട് സമ്പന്നനും പണം കൊണ്ട് പാവപ്പെട്ടവനുമാകുന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ നാം പിന്തുടരുന്ന പാതകളും പടുത്തുയർത്തിയ പദ്ധതികളുമാണ് നമ്മുടെ ഭാവി ദിനങ്ങൾ രൂപപ്പെടുത്തുന്നതും ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുന്നതും. നിങ്ങളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കും. അവസരം, ആവശ്യകത, കഴിവ്, സമയം ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക. ഒരു നിമിഷം പോലും വൈകരുത്. നഷ്ടമായവ തിരിച്ചു കിട്ടുകയില്ല. തെറ്റിദ്ധാരണകൾ എന്നത് അറിയാതെ എഴുതുപോയ അസ്ത്രം പോലെയാണ്. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും കുറെ മനസ്സുകളെ മുറിവേൽപ്പിച്ച് അത് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ബന്ധങ്ങൾ രണ്ട് തരമാണുള്ളത്. ചിലർ അനുഗ്രഹമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത്, എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. നിങ്ങളെ ഈ ലോകത്ത് ആരുമായും താരതമ്യം ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളെ തന്നെ സ്വയം അപമാനിക്കുകയാണ്. വിജയം ആഘോഷിക്കുന്നത് നല്ലതാണ്, പക്ഷെ പരാജയത്തിന്റെ പാഠങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ പ്രധാനം. വിജയം തോൽവിയെ ഭയപ്പെടുന്നവർക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കാൻ വേണ്ടി മാത്രം അധികം പ്രവർത്തിക്കുകയില്ല. അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതും അവർക്ക് എളുപ്പമാണ്. കോപത്തോടെ പോരാടാൻ പ്രയാസമാണ്, എന്നാൽ വിവേകമുള്ള മനുഷ്യൻ അതിനെ നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ കോപം അതിരുവിട്ട് ഉയരാൻ പോകുന്നതായി തോന്നുമ്പോൾ അനന്തര ഫലത്തെക്കുറിച്ച് ചിന്തിക്കുക. വാസ്തവത്തിൽ അസാധ്യം എന്നൊരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. ഒരാൾ നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താവശ്യം പറഞ്ഞാലും ഒരു മടിയും കൂടാതെ അവർ അത് സാധിച്ചു തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിൽ അസന്തുഷ്ടരായ വിമർശകർ നിങ്ങളുടെ മെച്ചപ്പെടലിന്റെ ഏറ്റവും വലിയ ഉറവിടമാണ്. അവരുടെ വാക്കുകൾക്ക് ചെവി നൽകുക, സ്വയം മെച്ചപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.